അതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫ്രൂട്ട്സിനെ ഉപയോഗിച്ചിട്ട് മദ്യം ഉണ്ടാക്കുമ്പോൾ അത് വൈനിന്റെ അതേ റേറ്റ് തന്നെ 86% വൈനിന്. ബിയറിനാണെങ്കിൽ 120% വരെയുള്ള 116% ബിയറിന്. വിദേശ മദ്യത്തിന് 251%. പക്ഷെ കേരളത്തിൽ വലിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, വീര്യം കുറഞ്ഞ ആൽക്കഹോൾ വൈൻ എന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൽ നിന്ന് എടുക്കുന്നതിനകത്ത് ആൽക്കഹോൾ ഉണ്ടായാലും ഫ്രൂട്ടിൽ നിന്ന് എടുക്കുന്നത് വൈനായിട്ട് കണക്ക് വെക്കുന്ന ബിയർ വേറൊരു കാറ്റഗറിയാണ്. അതേസമയം ആൽക്കഹോളിനകത്ത് എത്ര വെള്ളം ചേർക്കുന്നു അല്ലെങ്കിൽ എന്താണോ അത് ലൈറ്റ് ആക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിന്റെ ഈ ലഹരിയുടെ പെർസെന്റ് വരുന്നത് ആൽക്കഹോൾ. അങ്ങനെ വരുമ്പോൾ 0.5% മുതൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് 120% പുതിയൊരു നികുതി ഫിക്സ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തത് 10 മുതൽ 20% വരെയുള്ള മദ്യത്തിന് 175% ഫിക്സ് ചെയ്തിരിക്കുന്നു. വിദേശ മദ്യത്തിന് 251%. അവിടെയാണ് 120% വളരെ വീര്യം കുറഞ്ഞ ഒരു മദ്യം കൂൾ ഡ്രിങ്ക്സ് പോലെ വ്യാപകമായി ഉപയോഗിക്കാൻ നിർബന്ധിതമാക്കുന്ന തരത്തിലേക്ക് ഒരു സാധനം വരികയാണ്. ഇതുവരെ കേരളത്തിൽ ഇതെനിക്കറിയുന്നത് എന്താ വെച്ചാൽ, ധനകാര്യമന്ത്രി എന്ന നിലയിൽ ടാക്സിന്റെ കാര്യങ്ങളൊക്കെ പലപ്പോഴും വരുമല്ലോ. അപ്പൊ അങ്ങനൊരു കാര്യം ഈ ബഡ്ജറ്റിനകത്തോട് ഒടിച്ചു കടത്തിയിട്ടുണ്ട്. വിശദമായ കാര്യങ്ങൾ നോക്കിയാൽ മതി, പ്രാഥമികമായിട്ട് അത് കേട്ടതെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഈ മദ്യത്തിന് കാരണം മദ്യം ഒരു ഈസി ഡ്രിങ്ക് ആയിട്ട് ധാരാളം വർത്തകത്തിലേക്ക് വീര്യം കുറഞ്ഞ മദ്യമാണല്ലോ. 0.5% തൊട്ട് 10% വരെ കുടിക്കാവുന്ന മദ്യം, അതിന് ബിയറിന്റെ മാത്രം ടാക്സ് എന്ന് പറഞ്ഞൊരു സാധനം